ബുറാനിച്ചടക്കം മറ്റെല്ലാ മാധ്യമപ്രവർത്തകരും എന്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നരകതുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക്. മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുമെന്ന നിലയിലാണ് എന്റെ വീട്ടുകാരുള്ളത്. സുഹൃത്തുക്കളെ, കണ്ണൂർ നമ്മുടെ കാസർഗോഡ് ഒരു CPM നേതാവിന്റെ മകളാണ്. ഇവള് അപ്രതീക്ഷിതമായിട്ട് ഇവർക്കൊരു ആക്സിഡന്റ് പറ്റിയതിന്റെ ഭാഗമായിട്ട് അരക്കി കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായാലും ഇപ്പോൾ സംഭവിക്കുന്നത്, ഇവർ ചികിത്സിക്കുന്ന ഒരു വൈദ്യനുമായിട്ട് ഇവർക്ക് ചെറിയ പ്രണയബന്ധമുണ്ട്. ആ വൈദ്യൻ ഒരു മുസ്ലിമാണ്. ആ വൈദ്യനുമായിട്ടുള്ള പ്രണയബന്ധത്തിന്റെ പേരിൽ ഇപ്പൊ ഈ പെൺകുട്ടിയെ വീട്ടു തടങ്കിലാക്കിയിരിക്കുന്നു. ഏറി വന്നു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയെ കൊന്നു കളയുമെന്നാണ് ഇപ്പോൾ ആ ഒരു CPM നേതാവ് ഈ ഒരു പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ CPM നേതാക്കളെ പറ്റി നമ്മളെല്ലാവരും പറയുന്നത് പുറമെ ഭയങ്കരമായിട്ടുള്ള പുരോഗമനം പറയുന്ന ആളുകളാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ശിവൻകുട്ടി സാറ് ഒരു വിവാഹം നടത്തിയിരുന്നു. വിവാഹം കഴിക്കുന്നവൻ ഒരു ഹിന്ദുവാണ്, കഴിച്ച പെൺകുട്ടി ഒരു മുസ്ലിമാണ്. അങ്ങനെയുള്ള വലിയ പുരോഗമനപരമായ കാര്യങ്ങളൊക്കെ ഇവന്മാർ ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നിൽക്കുന്ന ഇത്തരം ആളുകൾക്ക് ഇതൊന്നും പലപ്പോഴും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്. നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഒരു 99% ആൾക്കാരും ഇപ്പോഴും നല്ല ജാതിവാദികളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഏത് പാർട്ടിയിലായാലും നല്ല ജാതിവാദികളാണ്. ഇവന്മാരെ വീട്ടിലത്തെ മക്കളെ വിവാഹവും മറ്റൊക്കെ വരുമ്പോൾ കൃത്യമായിട്ടും ജാതി തന്നെ നോക്കി തെരഞ്ഞ് വിവാഹം കഴിക്കുന്ന രീതിയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഒരല്പം കഷ്ടമാണ്, സംഗതി ഭീകരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു. ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല. എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ഭയക്കുന്നുണ്ടാവാം. പ്രതിപക്ഷ നേതാവ് ദയവ് ചെയ്ത് എന്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒന്നുകൂടി പറയാണ് എല്ലാ മാധ്യമപ്രവർത്തകരോടും, ഇവരുടെ ലക്ഷ്യം എന്റെ സമ്പാദ്യമാണ്. എന്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം. ഇതെന്റെ മരണം. ഇത് അവരുടെ മരണമൊഴിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനാണ് പീഡിപ്പിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ഒരു പീഡനമാണ്. അത് ലൈംഗികമായിട്ടുള്ള പീഡനമല്ല, ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് അടിക്കുന്നതാണ്. പലപ്പോഴും ഈ അച്ഛൻ ഇവരെ അടിക്കാറുണ്ടെന്ന് പറയുന്നു. തലയ്ക്കാണ് ഇട്ടടിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവളെ നിശബ്ദയാക്കുക, ഇവൾക്ക് എങ്ങനെയൊക്കെ കുറച്ച് പണം കിട്ടാനുണ്ട്. എന്തായാലും അവൾ പറയുന്ന ബാക്കി വിവരങ്ങളൊക്കെ ഒന്ന് കിടക്കാം. അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് PV ഭാസ്കരൻ എന്ന് പറയും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കമ്മ്യൂണിസവും കാര്യമെല്ലാം വീടിന് പുറത്ത്, വീടിനകത്ത് അതൊന്നും നടക്കില്ല. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും, എന്നെ വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായി ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റ് ആണ് എനിക്ക് ഇവിടുന്ന് നേരിടേണ്ടി വരുന്നത്. അത് ഒരു മകളോട് പറയാൻ പറ്റാത്ത അത്രയും, ഒരു മകളോട് ചെയ്യാൻ പറ്റാത്ത അത്രയും ഡെപ്തിലാണ് അത് ചെയ്യുന്നത്. ഒരു ട്രീറ്റ്മെന്റും നേരവണമെന്നല്ല, എനിക്കൊരു ട്രീറ്റ്മെന്റും കിട്ടും. ഇത് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് അതിഭീകരമായിട്ടുള്ള പീഡനം ഇവരെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടായിരിക്കുക അച്ഛൻ ഈ പറഞ്ഞടക്കുന്ന, ഈ പ്രസംഗിച്ചടക്കുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ചെരുപ്പഴിച്ചിട്ട് വീട്ടിൽ കയറുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വീടിന് പുറത്ത് ചെരുപ്പ് പോലെ അഴിച്ചിട്ട് അകത്ത് വേറൊരു തരത്തിലുള്ള സ്വഭാവമാണത്ര ഈ അച്ഛൻ കാട്ടിക്കൂട്ടുന്നത്. ഇവർ ട്രസ്റ്റ് ചെയ്യുന്നത് ഒരു മുസ്ലിമിനെയാണ്. ആ ഒരു വിവാഹം കഴിക്കുന്ന മറ്റും ഒരുപക്ഷെ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി കൃത്യമായിട്ട് ഇവർ പറയുന്നില്ല. എന്നാലും അങ്ങനെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു വിവരം വീട്ടിലറിഞ്ഞ അന്ന് മുതൽ ഇവർക്ക് അതിഭീകരമായ പീഡനമാണ്. ഒന്നുകൂടിയുണ്ട്, ഇവർക്ക് പണം, ആദ്യം ഒരു വിവാഹം കഴിച്ചു, ആ ഒരു വിവാഹത്തിന്റെ ഡിവോഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. ആ പണം മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കല്ല വന്നത്, അത് കേസിന്റെ ഭാഗമായിട്ട് രക്ഷിതാക്കളുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത്. അത് മുഴുവൻ അവർ തിന്നു തീർത്തു എന്നുകൂടി ഈ പെൺകുട്ടി പറയുന്നുണ്ട്.
ഇനി ഇൻഷുറൻസ് തുക കൂടി കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ ജീവിതം ഇല്ലാണ്ടാവുമെന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഭയപ്പെടുന്നത്. ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും എല്ലാം വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റ് ആണ് എനിക്ക് ഇവിടുന്ന് നേരിടേണ്ടി വരുന്നത്. കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് PV ഭാസ്കരൻ എന്ന് പറയും. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പുറത്ത് എല്ലാവരും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞത് ആദ്യം തന്നെ. അതോടെ ഇനി നീ നടക്കാനും പോകുന്നില്ല, ഇനി നീ നടക്കുകയില്ല, നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് കൂട്ടും. അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ്. ഈ പെൺകുട്ടിക്ക് ഇവരെ മൊബൈലൊക്കെ ഫോണൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന താനിനി ഒരിക്കലും നീച്ച് നടക്കില്ല, നിന്റെ ജീവിതം ഇതോട് തീർക്കുമെന്നൊക്കെയാണ് രക്ഷിതാവായിട്ടുള്ള ആൾ പറയുന്നത് അത്ര. ഒപ്പം തന്നെ ഇവർക്ക് ഫോണൊന്നും കൊടുത്തിട്ടില്ല. ഇത് ആരുടെയോ ഫോൺ ഇവർക്ക് എങ്ങനെയോ കിട്ടി. ആ ഒരു ഫോണിലാണ് ഇവരിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആളുകൾക്ക് എത്തിച്ചിരിക്കുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകരോട് ഇവരെ വീട്ടിലേക്ക് വളരെ പെട്ടെന്ന് എത്തണമെന്നും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടണം. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിലൊരു ഉത്തരം കിട്ടാൻ സാധ്യതയില്ല, ഇതിലൊരു തീരുമാനമാവില്ല. തൻ്റെ അച്ഛൻ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ ഇപ്പോൾ വിശ്വാസമില്ലാത്തത്. അതുകൊണ്ട് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇതിലേക്ക് എത്തണമെന്നും ഇതിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഫിനാൻഷ്യലി ഞാൻ 5 വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ്. ഇതിലേക്ക് കോർട്ട് മുഖാന്തരം കിട്ടിയ എന്റെ എമൗണ്ടും എന്റെ ഗോൾഡും എല്ലാം അവരെ അക്കൗണ്ടിലോട്ട് അസെറ്റ് ചെയ്ത് വെച്ചു. എന്റെ അക്കൗണ്ടിൽ എന്ന് പറയുന്ന ഒരു 5 പൈസ പോലും ഇല്ല. ഇനിയിപ്പോ അവര് കാത്തു നിൽക്കുന്നതെന്ന് പറയുന്നത് എന്റെ ഇൻഷുറൻസ് എമൗണ്ട് ആണ്. അതൊരു ചെറിയ എമൗണ്ട് അല്ല. ആ ഇൻഷുറൻസ് എമൗണ്ടും കൂടെ ഈ വീട്ടിൽ പുറത്ത് പോവില്ല. മനസ്സിലായില്ലേ? ഇവർക്ക് ആക്സിഡന്റ് പറ്റിയതിന്റെ ഭാഗമായിട്ട് ഇനി ഇവർക്കൊരു ഇൻഷുറൻസ് എമൗണ്ട് കിട്ടാനുണ്ട്. അതൊരു വലിയ തുകയാണ്. ആ തുക കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇല്ലാണ്ടാക്കും, മിക്കവാറും ആ വീട്ടുകാരെ ഇല്ലാണ്ടാക്കുമെന്ന് ഈ ഒരു പെൺകുട്ടി ഭയപ്പെടുന്നുണ്ട്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ജനിച്ചത്, അച്ഛൻ ഇന്നയാളാണ്, നാട്ടിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസം പ്രസംഗിച്ചടക്കുന്ന ഒരാളാണ്. എന്നാൽ അതേസമയം കമ്മ്യൂണിസം പുറത്തും അകത്ത് വേറെ ഒരു സംഗീതവും കൊണ്ടുനടക്കുന്ന ആളുകളാണ്. മുസ്ലിം ജനവിഭാഗത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എൻ്റെ അച്ഛന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളൊപ്പം ജീവിക്കാൻ എന്തായാലും അച്ഛൻ സമ്മതിക്കില്ല. എൻ്റെ അരക്കി കീഴ്പ്പോട് തളർന്ന എന്നെ ചികിത്സിക്കുന്ന ഒരു വൈദ്യനുമായിട്ടാണ് ഇവർക്ക് ബന്ധമെന്നൊക്കെ പറയുന്നുണ്ട്. അവരൊപ്പം ജീവിക്കാതിരിക്കുന്നതോ ആയിക്കോട്ടെ, പക്ഷേ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ ഈ അച്ഛൻ ഇപ്പോൾ ഉറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് ഡിവോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടിയ തുക മുഴുവൻ ഈ വീട്ടുകാരെടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നത്, സ്വർണമായിക്കോട്ടെ പണമായിക്കോട്ടെ അത് മുഴുവൻ ഇവർ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ ഇനി ഇവർക്ക് ഇൻഷുറൻസ് തുക കിട്ടാനുണ്ട്. അതൊരു വലിയ തുകയാണെന്ന് പറയുന്നു. ആ തുക കൂടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവർ ഇല്ലാണ്ടാക്കുമെന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടി ഭയപ്പെടുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള വിവരമൊന്നും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ മുതലേ പല പോസ്റ്റുകളായിട്ട് തപ്പി അടക്കുന്നുണ്ട്. ഞാൻ ഈ പെൺകുട്ടിയുടെ ഒറിജിനൽ വീഡിയോ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് ഒരു തെളിവുകളൊന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായാലും സംഗതി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. എയും കൂയ്യയും എന്നല്ല, ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ വിശ്വസിക്കുന്ന പോലെ ആകെ 99% മാത്രം 1% മാത്രം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ഇങ്ങനെ തൻ്റെ മക്കള് ആരെയെങ്കിലും വിവാഹം കഴിക്കട്ടെ, ആരെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ബാക്കി 99% വൻ പ്രശ്നമാണ്, വൻ ജാതി കോമരങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ SNDPയും അതുപോലെ നായർ സഭകളിലൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ മതേതരത്വം വിളുമ്പുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ നിങ്ങൾ ചുറ്റും ഉള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചുമ്മാ നോക്കിയാൽ മതി. അവരവരുടെ വിവാഹ സമയത്ത് അവരുടെ മക്കൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ മതി. അങ്ങനെ വലിയ കമ്മ്യൂണിസം പറയുന്ന ആളുകളാണെങ്കിൽ ജാതി നോക്കാതെ മതം നോക്കാതെ പലരെയും വിവാഹം കഴിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും ഇവർ നടത്തണ്ടേ? ഒരെണ്ണം പോലും നടത്തില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കേണ്ട പ്രിയ സുഹൃത്തുക്കളെ, ബൈ.